അർജൻറ്റീന എന്നുള്ള ഫുട്ബോൾ നേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കളി ജയിക്കുക അല്ലെങ്കിൽ ഒരു കോപ്പ ജയിക്കുക, വേൾഡ് കപ്പ് കിട്ടുക എന്നുള്ളതിനെക്കാട്ടൊക്കെ അപ്പുറം ഏതാണ്ട് വേൾഡ് കപ്പ് സീസണൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഒരുപോലെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയും അല്ലെങ്കിൽ വളരെ ആവേശകരമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും കോക്കസ് ഉണ്ടാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു അത്രയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രമാണ് ബ്രസീൽ പോലെ തന്നെ. ബ്രസീലും അർജൻറ്റീനയെ തിരിഞ്ഞിട്ടാണ് നമ്മൾ അധിക വേൾഡ് കപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് അർജൻറ്റീനയിൽ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയൊരു ഐക്കണായിട്ടുള്ള ചെഗുവേരയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അർജൻറ്റീനയായിട്ട് നമുക്ക് വളരെ അടുപ്പാണ്. അവർ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും, പക്ഷേ മെസ്സിയൊക്കെ നമ്മുടെ ഒരു വീട്ടുകാരൻ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു. അതാണ് ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഒരു സാധനം എന്ന് വരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പതാകകൾ ഉയർത്തുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി, കൊളംബിയയായിട്ടുള്ള കോപ്പ ഫൈനലിന് ശേഷം ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ മുഴുവൻ അത്രമാത്രം റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവം കൂടി അർജൻറ്റീനൻ ഒരു രാഷ്ട്രീയത്തിലുണ്ട്, ഫുട്ബോൾ രാഷ്ട്രീയത്തിലുണ്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് സംഗതികൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പം എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പോസ്റ്റും അദ്ദേഹം ഷെയർ ചെയ്ത ചാൻസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതുണ്ടാക്കിയിരിക്കുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാരണം ലോകം മുഴുവൻ ഫാസിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്ന സമയത്ത് റേഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് കൃത്യമായും പ്രകടിപ്പിക്കുന്ന ഒരു ഫുട്ബോളിംഗ് നാഷൻ എന്ന് വരുന്നത് സങ്കടകരമായ ഒരു കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് തുടങ്ങിയത് കളിക്കാരെന്നല്ല, അത് ഫാൻസ്, അർജൻറ്റീനയുടെ ഫാൻസ് 2022 ലോകകപ്പിൽ തുടങ്ങിയ ഒരു ചാൻറ്റാണിത്. അതിൽ ഒന്നാമത് അതിൻ്റെ രണ്ടാമത്തെ വരി തൊട്ട് തന്നെ ശുദ്ധ മണ്ടത്തരാണ്. അത് പറയേണ്ട നിങ്ങൾ ആംഗോളയിൽ നിന്ന് വന്നു എന്ന്. ആംഗോള ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നില്ല ഒരിക്കലും. ആംഗോളയിൽ നിന്ന് വന്നിട്ടുള്ള കളിക്കാർ മോസാംബിക്കിലത്തെ പോലെ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ടുള്ളവരാണ്, അല്ലാതെ ഫ്രാൻസിന് കളിച്ചിട്ടുള്ളവരല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ ക്യാമറൂണിൽ നിന്നാണ്, അച്ഛൻ എവിടെ അല്ല, അമ്മ ക്യാമറൂണിൽ നിന്ന്, അച്ഛൻ ഏതോ കോളനി, ഫ്രാൻസിൻ്റെ കോളനി, അങ്ങനെയാണ് ആ ലിറിക്സ് പോകുന്നത്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ പലരും ഞാൻ ഇൻസ്റ്റയിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇതിൽ പറഞ്ഞതിൽ എന്താ പ്രശ്നം എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ശരിയല്ല. പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന കുടുംബങ്ങൾ വന്ന കളിക്കാരുടെ കാര്യം മാത്രമേ പറയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ അച്ഛൻ യുക്രൈനിൽ നിന്ന് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ജർമ്മനിയിൽ നിന്ന് വന്നു എന്നൊന്നും ആരും അങ്ങനത്തെ ചാനലുകളില്ല. ഇപ്പം ആന്റോൺ ഗ്രീസ്മൻ ഫ്രാൻസിന് കളിക്കണ കളിക്കാരന് ആരും ഗ്രീസ്മനെ നോക്കി നിന്റെ അച്ഛൻ്റെ കുടുംബം ജർമ്മനിയിൽ നിന്ന് വന്നു, നിന്റെ അമ്മയുടെ കുടുംബം പോർച്ചുഗലിൽ നിന്ന് വന്നു എന്ന് ആരും പറയില്ല. എന്താ വെച്ചാൽ വെള്ളക്കാരനായത് കാരണം. ഇത് ഈ കറുത്ത വർഗ്ഗക്കാരുടെ മാത്രം അവരുടെ ഒരു കണക്കിന് അവരുടെ ലോയൽറ്റി ചോദ്യം ചെയ്യാണ്. ഇവർ ശരിക്കും ഫ്രഞ്ചുകാരല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരിതാണ്. അത് ഇത് വരാനൊരു വലിയ കാരണം എന്താ വെച്ചാൽ, ഇത് ഈ റേസിസ്റ്റ് ഈ കമന്റുകൾ ഫുട്ബോളേഴ്സ് പറയുന്നത്, ഇത് പണ്ടുണ്ടായിട്ടുള്ളത് ഒന്ന് ലൂയിസ് സുവാരസ് ആണ്. ലിവർപൂളിന് കളിക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പാട്രീസ് എവ്രെ, എനിക്ക് 100% എനിക്ക് വിശ്വാസമാണ് നീഗ്രോ എന്ന് വിളിച്ചു എന്നുള്ളത്. ലിവർപൂൾ കഷ്ടകാലത്തിന് സ്വാരസിനെ സപ്പോർട്ട് ചെയ്തു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞത് തന്നെയാണ്, 100% പറഞ്ഞതാണ്. എന്താ വെച്ചാൽ നമുക്ക് ആ എവരുടെ റിയാക്ഷൻ അപ്പം തന്നെ മനസ്സിലാവും എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു കളിക്കാരനും അങ്ങനെ ദേഷ്യം വരില്ല. ഇപ്പം സാധാരണ ഒരാളെ ഫൗൾ ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം വിളിച്ചത് കൊണ്ടാണ് അത്രയും വയലൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ വന്നത്. അപ്പം ഇത് ഉറുഗ്വേന്നായാലും അർജൻറ്റീനയിലായാലും പ്രശ്നം എന്താ വെച്ചാൽ, ഇതൊക്കെ വെളുത്ത വർഗ്ഗക്കാരുടെ രാജ്യങ്ങളാണ്. അവരെ പറ്റി പറയുന്ന ഒരു യൂറോപ്യൻ അർജന്റീന അല്ലെങ്കിൽ യൂറോപ്യൻ ഉറുഗ്വേ, അതെ, അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ശ്രമം. അതെ, അതിപ്പോൾ നമ്മൾ ആ രാജ്യങ്ങളുടെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അർജന്റീനയിൽ 79% യൂറോപ്യൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. അതിൽ 60% ഇറ്റലിയിൽ നിന്ന് വന്നവരും ബാക്കി സ്പെയിനിൽ നിന്ന് കുറേ കാലം മുമ്പ് വന്നിട്ടുള്ള കുടുംബങ്ങളൊക്കെയാണ്. ഉറുഗ്വേയിൽ അതിലേറെ അധികമാണ്, 88% ഉറുഗ്വേയിൽ. രണ്ട് രാജ്യത്തും ആഫ്രിക്കൻ വംശജരെന്ന് പറയാൻ 4% ഉള്ളൂ. അപ്പോൾ അത് ബാക്കി ലാറ്റിൻ അമേരിക്ക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു വ്യത്യാസം. ഇപ്പോൾ ബ്രസീലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോഴും ബ്രസീലും അർജന്റീനയുണ്ട്, രണ്ട് സൈഡ് നോക്കണം. ബ്രസീലിൽ 45% പോപ്പുലേഷൻ അവരുടെ സെൻസസ് അനുസരിച്ചിട്ട് തന്നെ പാർദോ എന്നാണ് അവർ പറയുക, മിക്സ്ഡ് റേസ് എന്നർത്ഥം.
ബാക്കി 10% കറുത്ത വർഗ്ഗക്കാരും. അപ്പം മെജോറിറ്റി തന്നെ നോൺ വൈറ്റ് ആണ്. വെള്ളക്കാരെന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യണം 43% ബ്രസീലിലുള്ളൂ. പെറുവിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ വളരെ കുറവാണ്. വെള്ളക്കാരുടെ അംശം എത്ര 6%, 60% മെസ്റ്റീസോ മിക്സ്ഡ് റേസ്. പിന്നെ കെച്വ ട്രൈബാണ് 22% പെറുവില്. അപ്പൊ ഈ രാജ്യങ്ങളിൽ കൊളംബിയ ഇതേപോലെ 89% മിക്സ്ഡ് റേസ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അവിടെയൊന്നും ഈ പ്രശ്നങ്ങൾ വരില്ല. എന്താ വെച്ചാൽ നമ്മൾ പരസ്പരം എങ്ങനെ ജീവിക്കേണ്ടത്. കാരണം കൊളംബിയയിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ അധികം നഗരങ്ങളിൽ ഇപ്പൊ കാലി, ബൊഗോട്ട, മെഡീൻ അവിടെയൊക്കെ താമസിക്കുന്നു. ബാക്കിയുള്ളവര് നാട്ടും പുറത്ത് അങ്ങനെയാണ് ഒരു ഡിവിഷൻ ഉണ്ട് അത്. പക്ഷെ ഇത് ഏറ്റവും റേസിസ്റ്റ് ആയിട്ടുള്ള ചിന്ത നമ്മൾ കാണുന്നത് അർജന്റീനയിലും ഉറുഗ്വേയിലും ആവാൻ കാരണം ഈ പോപ്പുലേഷൻ്റെ ഇതാണ്. പക്ഷെ നമ്മൾ പിന്നെ പറയുമ്പോൾ ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴും അതൊരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതിക്ക് ഇതായിട്ടുള്ള, നമ്മൾ പറയുമ്പോൾ സാഹിത്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കസിൻ്റെ സ്ഥലം, നെരൂദയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അല്ലാതെ തന്നെ ഭയങ്കര ബന്ധമുള്ള ഒരു നാഗരികത കൂടിയാണ് ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ബ്രസീലിൽ അത്തരത്തിലുള്ളൊരു വംശീയത നമുക്ക് കാണാൻ പറ്റില്ല. കൊളംബിയയിലും ആധിപത്യം ഒരു വെള്ളവംശീയതയ്ക്ക് ഇല്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ ആരാധിക്കുന്ന അർജന്റീന, ഉറുഗ്വേ എന്നുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയവുമായിട്ടും അതിന് ബന്ധമില്ലേ? കാരണം ഇപ്പം അർജന്റീന എടുക്കുകയാണെങ്കിൽ ഇപ്പം അടുത്ത നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു വലിയൊരു റൈറ്റിസ്റ്റ് ഒരു പക്ഷപാതിത്വം വന്നിട്ടുണ്ട്. പ്രസിഡന്റ് അങ്ങനെയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള നയപരിപാടികളിൽ മുഴുവൻ ആ ഒരു ഇത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ അവിടെയുള്ള രാഷ്ട്രീയവും അതിൻ്റെ ഫുട്ബോളിനെ സ്വാധീനിക്കുന്നില്ലേ? അല്ല, അവിടെ അർജന്റീനയിൽ മാത്രമല്ല എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇതൊരു ഫാക്ടറാണ്. എന്താ വെച്ചാൽ ഈ മുമ്പത്തെ വൈരാഗ്യം ഇപ്പോഴും ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പെറുവിൽ 1980 ഷൈനിങ് പാത്ത് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഒരു 12 കൊല്ലത്തിൽ അവർ ഏകദേശം 30,000 ആൾക്കാരെ, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പാണല്ലോ. അതെ, മാവോയിസ്റ്റ് ആയിട്ട്. അപ്പൊ അതേ സമയത്ത് വേറെയും ഒരു മാവോയിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, MRTA എന്ന് പറഞ്ഞ ടുപാക് അമാറു റെവല്യൂഷണറി മൂവ്മെന്റ്. ഇവര് രണ്ടുപേരും പരസ്പരം തല്ലും ചെയ്യും. അത് കൂടാതെ ബാക്കിയുള്ള ആൾക്കാരെ ദ്രോഹിക്കും കൂടെ കൊല്ലും ചെയ്യും. ഇതിലത്തെ ഷൈനിങ് പാത്തിനുണ്ട് MRTA ഒരു ഏർബൻ മൂവ്മെന്റ് ആയിരുന്നു. അതിൽ അധികം മിഡിൽ ക്ലാസ് കുറെ സപ്പോർട്ടേഴ്സ് ഒക്കെ ആയിട്ട്. ഷൈനിങ് പാത്ത് അങ്ങനെയല്ല. ഷൈനിങ് പാത്തിന് നഗരങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാലായിരുന്നു കുറേ സപ്പോർട്ടുള്ളത്. ഈ പണ്ട് എന്താ പറയുക, അവിടുത്തെ ഒറിജിനൽ സെറ്റിലേഴ്സ് എന്ന് പറയണം, ഇപ്പം ഇൻകാസ് എന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, അവരുടെ കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ, ഷൈനിങ് പാത്തിന്. അപ്പം അവരുടെ ഒരു പരിപാടി എന്തായിരുന്നു വെച്ചാൽ ഈ സ്പാനിഷുകാർ 16-ാം നൂറ്റാണ്ടിൽ വന്നത് എങ്ങനെ, ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ബൈബിളും കുരിശുമായിട്ടാണ്. അപ്പൊ അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. 1572 അവസാനത്തെ ഇൻകാ കിങ് ടുപാക് അമാറുവിനെ കൊല്ലുന്നത് കുസ്കോല് വെച്ചിട്ട്. അതിനുശേഷം ഇപ്പൊ 400 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ടുപാക് അമാറു രണ്ടാമെന്ന് പറഞ്ഞൊരു ഹോസെ ഗേബ്രിയൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ 18-ാം നൂറ്റാണ്ടിൽ ഞാൻ ലാസ്റ്റ് കിങ്ങിന്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു റെബല്യൻ ഉണ്ടായിരുന്നു 1781. അയാളെയും ഇവർ സ്പാനിഷുകാർ കൊല്ലുക ചെയ്തത്. അതിന് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ MRTA തുടങ്ങുന്നത് പെറുവിൽ. അവര് ഷൈനിങ് പാത്ത് അതേപോലെ ഈ ടുപാക് അമാറിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഇവർ ഈ പള്ളിയിലച്ചന്മാരെ പിടിക്കും. ഓരോ നഗരങ്ങളിലല്ല, മറ്റേ വില്ലേജിലൊക്കെ പോയിട്ട് അവരെയാണ് ആദ്യം പിടിക്കുക. എന്നിട്ട് ഇവരെങ്ങനെ കൊന്നിരുന്നത് ബൈബിളിന്റെ പേജ് കീറി പിച്ചി ചീന്തിയിട്ട് അത് വായൽക്ക് തിരികും. എന്നിട്ട് ആ ഒരു ചോക്കിയണവരെ അതിങ്ങനെ തിരികൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അത്രയും 400 കൊല്ലത്തെ ആ ദേഷ്യം പകയമായിട്ടാണ് ഈ പല ആൾക്കാരും ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അത് ആ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് ഇവിടുന്ന് കറുത്ത വർഗ്ഗക്കാർക്ക് മറ്റവരോടും ഉണ്ട്, അവർക്ക് ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഈ മരിച്ച പ്രീസ്റ്റ് വെള്ളക്കാരനായിരിക്കും, തീർച്ചയായിട്ടും അവന്റെ കുടുംബത്തിനും അതിന്റെ പകയുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ ഒരു എൻഡ്ലെസ് സൈക്കിൾ പോലെ പോവാണ്. പിന്നെ പല രാജ്യങ്ങളിലും ഇപ്പൊ അർജന്റീനയിലൊന്നും അങ്ങനെ റേഷ്യൽ മിക്സിങ് വളരെ കുറവാണ്. ഇപ്പൊ മാരഡോണിന്റെ ഒക്കെ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പൊ
നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും അവർക്ക് അപ്പർ ക്ലാസ് അർജന്റീനിയൻസിന് അവർക്ക് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾ നേരെ ഫ്ലോറൻസിൽ നിന്ന് അല്ലെങ്കിൽ വെനിസിൽ നിന്ന് വന്നു, അത് ആ ജീൻ പൂള് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരിത്. നമ്മൾ ഞാനിപ്പോൾ നേരത്തെ സംസാരിച്ച അതായത് പൊളിറ്റിക്സ്, അതായത് മേജർ പൊളിറ്റിക്കൽ സ്പെക്ട്രം മാറുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ചും അതിൻ്റെ ഗവേണൻസ് അല്ലെങ്കിൽ ഗവേണിംഗ് സിറ്റുവേഷൻ മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പം ഈ കളിയിൽ തന്നെ യൂറോ കപ്പിൻ്റെ സമയത്ത് നിരവധി തവണ എംബാപ്പെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ അവിടുത്തെ റൈറ്റ് വിങ് കോalition അത് പിന്നെ വിജയിക്കുമെന്ന് തോന്നുന്ന സമയത്ത് വലിയ ആദിയോട് കൂടിയിട്ടാണ് എംബാപ്പെ പലപ്പോഴും അതായത് തോൽപ്പിക്കണമെന്നുള്ള രീതിയിൽ വളരെ ഡയറക്റ്റായ വളരെ എക്സ്പ്ലിസിറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഗതികൾ, അതായത് ഇപ്പം ഫ്രാൻസ് പോലെയുള്ള നമ്മൾ പറയുന്ന ഒരു വലിയ ബഹുസ്വരതേൻ്റെ രാഷ്ട്രം വലതുപക്ഷത്തേക്ക് പോകുന്നുണ്ടാകുമ്പോൾ കളിക്കാർക്ക് ഉണ്ടാകുന്ന ആശങ്ക. ഇറ്റലിയിൽ അതുണ്ട്. ഇറ്റലിയിൽ നമ്മൾ പറഞ്ഞു, കാരണം ഇറ്റാലിയൻ ഫുട്ബോളിൽ മിലാൻ്റെ ഇതായിരുന്ന പിന്നെ പ്രസിഡന്റ്, അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഫുട്ബോളിലേക്കും വരുന്നില്ല. പല രാജ്യങ്ങളിലും രാഷ്ട്രീയക്കാർ ഫുട്ബോളിനെ ഉപയോഗിച്ചിട്ടുണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ വിക്ടർ ഓർബാൻ ഹംഗറിയിൽ ചെയ്തിട്ടുള്ളത് പുഷ്കസിന്റെ പേരിൽ വലിയൊരു സ്റ്റേഡിയം കെട്ടിയിട്ടുണ്ട് നാട്ടുമ്പുറത്ത്. അത് അവിടെ ആര് പോയി കളിക്കും? വലിയ ക്ലബുകളൊന്നും അല്ല അവിടെ ഉള്ളത്, അതൊക്കെ ബുഡാപെസ്റ്റിലാണ്. പക്ഷെ എന്നാലും 27,000-30,000 ആൾക്കാർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റേഡിയം പുസ്കസിൻ്റെ പേരിൽ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പല ബെർലുസ്കോണി ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആവാൻ വലിയൊരു കാരണം AC മിലാൻ്റെ പ്രസിഡന്റ് എന്നുള്ള പേര് വെച്ചിട്ടാണ് രംഗത്ത് ഇറങ്ങിയത്. ഇതേ ബെർലുസ്കോണിക്ക് ഓർമ്മയില്ല, ഇത് അദ്ദേഹം 2-3 കൊല്ലം മുമ്പ്, 6-7 കൊല്ലം മുമ്പ് പറഞ്ഞു, എനിക്ക് എൻ്റെ ആഗ്രഹം മിലാൻ ടീമിൽ 11 ഇറ്റാലിയൻസ് ആയിരിക്കണം. അപ്പം മാരിയോ ബാലറ്റെല്ലി മിലാൻ കളിക്കാരനാണ്, അവൻ കുഴപ്പമില്ല, അവന് കുറച്ച് അധികം വെയിൽ കൊണ്ടിട്ടുണ്ടെന്ന്. അധികം വെയിൽ കൊണ്ട ഇറ്റാലിയനാണ് ബാലറ്റെല്ലിയെ പറ്റി. പക്ഷെ ബെർലുസ്കോണിക്ക് ഓർമ്മയില്ലായിരുന്നത് എന്താ വെച്ചാൽ ഏറ്റവും മഹത്തായ മിലാൻ ടീം 1989-ലും 90-ലും യൂറോപ്യൻ കപ്പിൽ നേടിയ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കളിക്കാർ റൂഡ് ഹുള്ളിറ്റും ഫ്രാങ്ക് റൈക്കാർഡും സുരിനാമെന്ന് അവരുടെ അച്ഛന്മാർ നെതർലൻഡ്സിലെത്തിയത്. അവർ ഹാഫ് ബ്ലാക്ക് ആയിട്ടുള്ള കളിക്കാർ. അപ്പം ഇത് ഓർമ്മയില്ല അത് പറയുമ്പോൾ. എന്തുകൊണ്ട് മിലാൻ വലിയ ടീമായി? അത് കാരണമാണ് ബെർലുസ്കോണിക്ക് ഇത്രയും ഒരു പേര് കിട്ടിയത്, ഈ കളിക്കാർ കാരണം. പക്ഷെ പിന്നീട് വന്നപ്പോൾ നമ്മുടെ അകത്തുള്ള ആ ഒരു റേസിസം പുറത്തു വരുന്നതാണിത്. ഇത് ഇപ്പം എല്ലാ രാജ്യത്തും ഇപ്പം ഈ ഇടയ്ക്ക് ഇറ്റലിയിൽ നടന്നു. കോമോ എന്ന് പറഞ്ഞ ടീം ഇപ്പം പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ സെറിയാലേക്ക്. അവർ ഇംഗ്ലണ്ടിലത്തെ വുൾവർഹാംപ്റ്റൺ വണ്ടേഴ്സിനെ കളിച്ചപ്പോൾ ഹ്വാങ് ഹി ചാൻ, സൗത്ത് കൊറിയയുടെ നാഷണൽ പ്ലെയർ, ഹ്വാങ്ങിനെതിരെ അവരുടെ ഒരു കളിക്കാരൻ എന്തോ പറഞ്ഞിരിക്കുന്നു. കോമോ പറയുന്നത് അവനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവർ പറയുന്നത് തീർച്ചയായിട്ടും എന്തോ പറഞ്ഞിട്ടുണ്ട്. UEFA പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പം അത് അവരവരുടെ കൈ ഒഴിഞ്ഞു വന്നു. ഇപ്പം യൂറോ കപ്പിൽ ഡെമിറാലിൻ്റെ ഒരു വൂൾഫ് സല്യൂട്ടിൻ്റെ പ്രശ്നം ഉണ്ടായി. ഇവിടെ ഇപ്പം അർജന്റീനയുടെ ഇപ്പം ഈ പറഞ്ഞ റേഷ്യൽ ആയിട്ടുള്ളൊരു ജസ്റ്ററും വന്നു. അപ്പോൾ നമ്മളിപ്പം അടുത്ത കാലത്ത് വന്ന 2 മേജർ ടൂർണമെൻറ്റിലും ഇത് വന്നിരിക്കും. അപ്പോൾ അത് ഫുട്ബോളിനെ ഈ പറഞ്ഞ ഒരു നാഷണൽ പൊളിറ്റിക്സ് മാറുന്നതൊക്കെ വളരെ ഇപ്പം അങ്ങനെ അത് വളരെയധികം സ്വാധീനിക്കുന്നല്ലേ നമ്മൾ നോക്കി. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റർ മാത്രം നോക്കിയാൽ പോരെ. ഇപ്പം പല കളിക്കാരുടെയും മേത്തുള്ള ടാറ്റു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതും വളരെ എക്സ്പ്ലിസിറ്റായിട്ടുള്ള റൈറ്റ് വിങ്, എന്താ പറയുക, നിയോനാസി അങ്ങനത്തെ ഇതൊക്കെയാണ്. ഇപ്പോൾ എന്തിനിപ്പോൾ സാധാരണ കളിക്കാരനൊന്നും പറയണ്ട. ഇപ്പം പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ ലെവ് യാഷിൻ കഴിഞ്ഞിട്ട് അവരുടെ ഏറ്റവും വലിയ കളിക്കാരനായിരുന്നു ഒളെഗ് ബ്ലോക്കിൻ. പിന്നീട് യുക്രൈനും റഷ്യ ആയിട്ട് തിരിഞ്ഞപ്പോൾ യുക്രൈൻ്റെ കോച്ചായിരുന്നു 2006 ലോകകപ്പിലൊക്കെ. സോവിയറ്റ് യൂണിയൻ വന്നിട്ടുള്ള ഏറ്റവും വലിയ കളിക്കാരൻ, 75 ബലോൺ ഡോർ ജയിച്ച കളിക്കാരൻ. ഈ ഒളെഗ് ബ്ലോക്കിൻ ഒരു പബ്ലിക്കായിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയി കേൾക്കാം. എനിക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർ കുറേയും കൂടി ഷെവ്ചെങ്കോനെയും ബ്ലോക്കിനെയൊക്കെ പോയി കാണണം, അല്ലാതെ 2 പഴം കൊടുത്ത് മരത്തുനിന്ന് ഇറങ്ങി വന്ന ഏതെങ്കിലും സുംബ ബുംബ അല്ല കണ്ട് പഠിക്കേണ്ടത്. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി, അത് ഇത്രയും വലിയൊരു കളിക്കാരൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത്
കേട്ട് വളരുന്നത് ഒരു തലമുറ യുക്രൈൻ കളിക്കാർ. ഇയാൾ ഏറ്റവും വലിയ ഹീറോ ആണ് യുക്രൈൻ ഫുട്ബോളിന്റെ. അപ്പോൾ നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ എന്ത് ഇതായിരിക്കും ഭവിഷ്യത്ത്, എന്തായിരിക്കും അതിന്റെ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ രണ്ട് സ്ഥലത്തും ഇപ്പം കോപ്പയിലും യൂറോയിലും ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സന്തോഷകരമായ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഒരു മൾട്ടി കൾച്ചറലായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ കളിയാണ്. അതിനകത്ത് ഏതാണ്ട് ഒരു നല്ല ശതമാനം ബ്ലാക്കും വൈറ്റും കൂടി നല്ലൊരു ഒരുമയിൽ കളിച്ചായിട്ടാണ് ഇപ്രാവശ്യത്തെ കളിയിൽ നമുക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ട് ടീമിനെയും ഇംഗ്ലണ്ടിൻ്റെ ആ കൾച്ചറും അത് അങ്ങനെ ഒരു പോളറൈസേഷൻ വരുന്നതായിരിക്കും. അത് മാറ്റം വന്നതാണ് പതുക്കെ. അതും മാറ്റം വരാൻ കാരണം എന്താണ്, അത് പോപ്പുലേഷൻ കുറേ കൂടി മിക്സ്ഡ് ആയത് കാരണം. ഇപ്പം ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് 1984 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇംഗ്ലണ്ട് ബ്രസീലിൽ പോയിട്ട് ജോൺ ബാൺസ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരൻ, ജമൈക്കയിൽ നിന്ന് അച്ഛനമ്മമാർ വന്ന കളിക്കാരൻ, ജോൺ ബാൺസ് ഒരു ഗോൾ അടിച്ചു മാരക്കന സ്റ്റേഡിയത്തിൽ. അതിനെപ്പറ്റി ബ്രസീലിയൻ ന്യൂസ് റിപ്പോർട്ടേഴ്സ് പറഞ്ഞത് ബ്രസീലിൽ വന്ന് ബ്രസീലിയൻ ഗോൾ അടിച്ച ആൾ. അതിപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രസിദ്ധമായൊരു ഗോളാണ് ജോൺ ബാൺസിൻ്റെ ഗോൾ. 1987 ജോൺ ബാൺസിനെ ലിവർപൂൾ സൈൻ ചെയ്യണം. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, ഇത്രയും സ്കിൽഫുള്ളായിട്ടുള്ളൊരു കളിക്കാരനെ സൈൻ ചെയ്തു. ആദ്യത്തെ കുറേ മാച്ചിലൊക്കെ പല ലിവർപൂൾ സപ്പോർട്ടേഴ്സ് വരെ പഴം എടുത്തെറിയായിരുന്നു. ഇത് കൊരങ്ങനാന്നുള്ള ഇതാണല്ലോ. ഇതിപ്പോൾ എത്രയോ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. റഹീം സ്റ്റേർലിങ്ങും ഇവരൊക്കെ ഇംഗ്ലണ്ടിന് കളിക്കുമ്പോൾ അവർ പോളണ്ടിലോ യുക്രൈനിലോ ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ കളിക്കുമ്പോൾ ഇവർ ക്രൗഡിനെ നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ, ഇത് ലോങ് ഷോട്ട് അടിക്കുമ്പോൾ. അപ്പം ഇവരിങ്ങനെ ഒന്നുമില്ലെങ്കിൽ പഴം എടുത്തെറിയാൻ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചിമ്പാൻസിയുടെ ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇത് സാധാരണയാണ്. അത് ഇംഗ്ലണ്ടിൽ അത് മാറാൻ കാരണം എന്താ വെച്ചാൽ ടീമിൻ്റെ കോമ്പസിഷൻ മാറി. മുമ്പ് 11 വെള്ളക്കാരായിരുന്നത് ഇപ്പോൾ 8 നോൺ വൈറ്റ് കളിക്കാരും ആകെ 3 വെള്ളക്കാരും അങ്ങനെയായി മാറി. അപ്പോൾ ആ ടീമിൻ്റെ ഉള്ളിൽ റേസിന് സ്ഥാനമില്ല. അതേപോലെ ഗാരറ്റ് സൗത്ത് ഗേറ്റിനും കുറേ ക്രെഡിറ്റ് ഉണ്ട്. ഏതോ 2 മാച്ച് എനിക്ക് ഓർമ്മയില്ല, ഹംഗറിയിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നു. അത് സൗത്ത് ഗേറ്റ് അതിനെപ്പറ്റി വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഇത് അനുവദിക്കാൻ പാടില്ല. എന്നിട്ടാണ് ഹംഗറിക്ക് 2 കളിയൊറ്റ സ്റ്റേഡിയം ക്ലോസ് ചെയ്തിട്ട് കളിക്കേണ്ടി വന്നത്, കാണികളില്ലാതെ.